ഗുഡ് മോർണിംഗ് ആണോ അനീഷ്, സുപ്രഭാതമാണോ നല്ലത് എന്ന് ചോദിച്ചുകൊണ്ട് മോഹൻലാലിന്റെ ബിഗ് ബോസ് സീസൺ 7 ഈ വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രമോ വന്നിരിക്കുകയാണ്. അക്ബറാണ് വിഷയം തൊടുത്തുവിടുന്നത്. എല്ലാവരും നല്ല ഡ്രസ്സപ്പ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് വീക്കെൻഡായിട്ട്. അപ്പോഴാണ് അക്ബർ ഈ ഒരു വിഷയം പറയുന്നത്. നീ കുറേ നാള് ഈ ഒരു ബിഗ് ബോസിന്റെ തുടക്ക സമയത്ത് ഗുഡ് മോർണിംഗ് ബിഗ് ബോസ്, ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീ സുപ്രഭാതം എന്നാക്കി തുടങ്ങി. അതായത് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ കുറച്ച് ആലോചിച്ചിട്ട് ഒരു കണ്ടന്റ് എനിക്ക് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരു പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മലയാളവുമായിട്ട് നീ ഇറങ്ങി തിരിച്ചത് എന്ന് അക്ബർ അനീഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് അനീഷ് പറഞ്ഞത്, അനാവശ്യം പറയരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അക്ബർ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് അനീഷ് ചോദിക്കുന്നില്ല? അക്ബർ കുറേ ഈ പാരഡി ഗാനങ്ങൾ പാടി നടന്നല്ലോ. അത് ആദ്യം തുടക്ക സമയത്തൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നീടാണല്ലോ ഈ പാരഡി ആയിട്ട് ഇറങ്ങിയത്. പിന്നീട് കുത്തിത്തിരിപ്പ് പാരഡി, പിന്നെ ഓരോരുത്തരെ കുറിച്ച് ഓരോ പാരഡി ഉണ്ടാക്കി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ പാരഡി ഗാനങ്ങൾ പാടുന്നതും നിന്റെ ഒരു സ്ട്രാറ്റജി അല്ലേ? നീ തുടക്ക സമയത്ത് അത് പാടിയിരുന്നില്ലല്ലോ, മര്യാദയ്ക്കുള്ള പാട്ടുകളാണല്ലോ പാടിക്കൊണ്ടിരുന്നത് എന്ന് എന്തുകൊണ്ട് അനീഷ് ചോദിച്ചില്ല എന്ന് ഞാൻ ഓർത്തു. അപ്പം അനീഷിനോട് ഈ അക്ബർ പറയുന്നത്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് ആദ്യം നീ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂ. നീ തുടക്കം തൊട്ടേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതം നീ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി നിന്റെ കണ്ടന്റ് മേക്കിംഗ് ആണ്, നീ അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്തതാണെന്ന് പറഞ്ഞിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻലാൽ കയറി വരുന്നത്. എന്താണ് അനീഷ്, ഗുഡ് മോർണിംഗ് എന്ന് മുന്നേ പറഞ്ഞിരുന്നോ എന്ന് മോഹൻലാൽ ചോദിക്കുകയാണ്. അപ്പോൾ അതെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് അനീഷ് പറയുകയാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അക്ബർ ഉടനെ മറുപടി പറയണം, അത്രേ ഉള്ളൂ എന്ന് പറയണം. അവിടെ വെച്ചിട്ട് പ്രമോ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ കാണാം.